കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആത്മപരിശോധനയ്ക്കുള്ള സമയമായിരുന്നു. ധാരാളം പേർ അതിന് കൃത്യമായ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതും കണ്ടു. ഒരുപാട് സന്തോഷം. ഇന്ന് നമ്മളെ എങ്ങനെ സ്നേഹിക്കണം, നമ്മൾ നമ്മളെ സ്വയം എങ്ങനെ സ്നേഹിക്കണം, അതിൻ്റെ മഹത്വം എന്താണ്, അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നാണ് ചർച്ച ചെയ്യുന്നത്. ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം മാറാൻ തയ്യാറുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് വിജയം. വിജയിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നവർക്ക് അതിസൂക്ഷ്മമായ ഒരു ലക്ഷ്യമുണ്ടാവുകയും അവരുടെ ഫോക്കസ് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരിക്കുകയും ചെയ്യും. ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ 100% ഫോക്കസും 99.99% ഫോക്കസും തമ്മിൽ വലിയ അന്തരമുണ്ട് റിസൾട്ടിന്. 100% ഫോക്കസ് എന്നത് വിജയവും 99.99% എന്നത് സാധ്യതയുമാണ്. സാധ്യതയെ കൃത്യമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നവർക്ക് 99.99 നിന്ന് 100% ആകുവാനും സാധിക്കും. പക്ഷേ ഇതിനെല്ലാം അടിത്തറ സെൽഫ് ലവ് അല്ലെങ്കിൽ സ്വയം സ്നേഹമാണ്. വിജയിക്കുവാനുള്ള ഫോർമുല പഠിക്കേണ്ടത് സ്വന്തം ഉള്ളിൽ നിന്നാണ്. ഞാൻ എങ്ങനെ എന്നെ സ്നേഹിക്കണം, ഇതാണ് നമ്മളുടെ വിഷയം. ഞാൻ എന്നെ സ്നേഹിക്കേണ്ടത് ചെറുതും ദൈനംദിനത്തിലുള്ള നിരന്തര പ്രക്രിയയിലൂടെയുമാണ്. ഒരു ദിവസം സ്നേഹിച്ചിട്ട് പിറ്റേ ദിവസം ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളതല്ല സ്വയം സ്നേഹം. സ്നേഹമെന്നത് ഒരു വാക്കല്ല, അത് സ്വയം സ്നേഹമാകുമ്പോൾ ഞാൻ എനിക്കായി നീക്കി വച്ചിട്ടുള്ള എൻ്റെ മാത്രം സ്വകാര്യ പെരുമാറ്റമാണ്. ഞാനും എൻ്റെ ഉള്ളിലുള്ള ഞാനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ചങ്ങലയുടെ ദൃഢതയാണ് പുറമേ പ്രതിഫലിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഞാൻ എന്ത് ചിന്തയോടെ എഴുന്നേൽക്കുന്നു, എൻ്റെ ചിന്ത എൻ്റെ അന്നത്തെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ തരുന്നതാണോ തടയുന്നതാണോ എന്ന് സ്വയം വിലയിരുത്തണം. ഞാൻ ബോധപൂർവമാണോ വെള്ളം കുടിക്കുന്നതും ആഹാരം കഴിക്കുന്നതും? എൻ്റെ ആരോഗ്യം ഞാൻ സംരക്ഷിക്കുന്നുണ്ടോ? എൻ്റെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം സ്റ്റേബിളായി നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഉപേക്ഷിക്കുമോ? സ്വയം നിരീക്ഷിക്കുക. ഒപ്പം എനിക്ക് എൻ്റെ പേഴ്സണലായ എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൻ്റെ തൃപ്തിയോടെ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക. ഇല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, നടപ്പിലാക്കുക. തൃപ്തികരമായ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പഠിക്കുക. പ്രതികരണങ്ങൾ ആവശ്യമാണ് പലതിനും. റെസ്പോണ്ടും റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് എപ്പോഴും സൗമ്യമായി പ്രതികരിക്കുവാൻ ശീലിക്കുക. അതായത് മറ്റൊരാളോട് പ്രകടിപ്പിക്കുന്ന ദേഷ്യം കൊണ്ട് സ്വയം സങ്കടപ്പെടാൻ പാടില്ല. ഒപ്പം കുറ്റബോധമുണ്ടാകാനും പാടില്ല. കാര്യം പറയേണ്ടതുപോലെ പറയണം, പക്ഷേ മുട്ടാത്തർക്കവും വേണ്ട. സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും 100% തൃപ്തിയോടെ നിർവഹിക്കുക. കാരണം നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. മേൽപ്പറഞ്ഞതെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവായിരിക്കും. ഞാൻ എൻ്റെ ശരീരത്തെ കേൾക്കണം, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തണം, എൻ്റെ ആത്മാവിൻ്റെ സ്വരം അറിയണം, എനിക്ക് കാണാനുള്ളതെല്ലാം ഭംഗിയോടെ ആസ്വദിക്കണം, എനിക്ക് ആവശ്യത്തിനുള്ള ഉറക്കമുണ്ടാവണം, എൻ്റെ വിശ്രമസമയം ഞാൻ വിശ്രമിക്കണം, എൻ്റെ മീ ടൈമിൽ ഞാൻ എന്നോടൊപ്പം ഇരിക്കണം, എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സമയം കണ്ടെത്തണം, ആസ്വദിക്കണം. ആ ഒരേ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണെന്ന് ഞാൻ സ്വയം തിരിച്ചറിയണം. അതുപോലെ എൻജോയ് ചെയ്യണം.
ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എൻ്റെ വികാരങ്ങളെ നിഷേധിക്കാതെ സ്വീകരിക്കുവാൻ എനിക്കാവണം. ഞാൻ എന്നെ സ്നേഹിക്കേണ്ടത് എന്നോടുള്ള എൻ്റെ കടമയാണ്. മാത്രമല്ല, അതേ സ്നേഹമാണ് ഞാൻ മറ്റെല്ലാവർക്കും കൊടുക്കുന്നതും അവരിലെല്ലാം കാണുന്നതും. എന്നെ ഞാൻ എത്രയേറെ സ്നേഹിക്കണം? ഞാൻ എത്രയേറെ ശുദ്ധമായി മറ്റൊരാളെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ ഞാൻ എന്നെ സ്നേഹിക്കണം. ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കണം? ഞാൻ തെറ്റുകൾ ചെയ്തു എന്ന് തോന്നുമ്പോൾ കുറ്റബോധമല്ല ഉണ്ടാവേണ്ടത്, ക്ഷമയും സ്വയം പഠനവുമാണ്. തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അതാണ് സ്വയം സ്നേഹം. ഞാൻ ശരിയാണ് ചെയ്തതെന്നറിയുമ്പോൾ എൻ്റെ സക്സസ്സിൽ എനിക്ക് എന്നെ സ്വയം അഭിനന്ദിക്കാൻ സാധിക്കണം. എൻ്റെ കഴിവുകളെ സ്വയം അംഗീകരിക്കുവാൻ സാധിക്കണം, കഴിവുകേടുകളെയും. ഞാൻ പിഴച്ചപ്പോൾ എന്നെ സ്വയം അപമാനിക്കാതെ തള്ളിക്കളയാതെ കൈപിടിച്ചുയർത്തേണ്ട ഏക വ്യക്തി ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തട്ട് കിട്ടുമ്പോൾ, മറ്റെല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, ആരും ചേർത്ത് പിടിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, അവിടെ നിങ്ങൾ തളർന്നു പോയിട്ടില്ലേ? ആലോചിക്കുക. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് സ്വയം തിരിച്ചറിയുക. സ്വയം കയറി വരിക. സ്വയം കയറി വരാൻ എനിക്കൊരു അമ്മയും അച്ഛനുമാവണം. ഞാൻ എന്നിലും എൻ്റെ ഉള്ളിലും ആത്മവിശ്വാസം ജ്വലിപ്പിക്കേണ്ട ഗുരുവായി മാറണം. ഞാൻ എന്നെ ധൈര്യത്തോടെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറാവണം. ഞാൻ എന്നെ സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എങ്ങനെ? എൻ്റെ കുടുംബത്തിൽ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. വീടിൻ്റെ അഴക് വീട്ടിലുള്ളവരുടെ ഉള്ളിലെ സ്നേഹവും പ്രകാശവുമാണ്. അവരിൽ നിന്നാണ് കുടുംബത്തിൽ സന്തോഷം പടരേണ്ടത്. മനസ്സിനുള്ളിലെ പ്രശ്നങ്ങൾ പുറത്ത് കളഞ്ഞ് ശാന്തമാക്കി വേണം ഓരോ ദിവസവും ഉറങ്ങേണ്ടത്. എത്ര പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്? തുറന്നു പറയുമ്പോൾ പലപ്പോഴും ആശ്വാസം കിട്ടാനാണ് സാധ്യത. എന്നാൽ പ്രിയപ്പെട്ടവരോട് പോലും ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറയാനാവാതെ അടക്കുന്നവർക്ക് സ്വന്തം സങ്കടം സ്വയം തുറന്നു പറയാൻ സാധിക്കാറുണ്ടോ? സെൽഫ് ടോക്ക് നിങ്ങളെ ഒരുപാട് ആശ്വാസത്തിലായിരിക്കും കൊണ്ടുപോവുക. ദാമ്പത്യത്തിൽ ഇരുവരും ഒരേ മനസ്സിലല്ലാതെ അകലങ്ങളിൽ ജീവിക്കുമ്പോൾ മനസ്സിൽ പകയും നിരാശയും വെച്ച് സ്വയം ദ്രോഹിക്കാറില്ലേ? അങ്ങനെ സ്വയം പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദന സ്വയം അനുഭവിക്കുന്നത് തിരിച്ചറിയാറില്ലേ? പലപ്പോഴും പങ്കാളി അവരുടെ കാര്യം നോക്കി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സങ്കടം വരാറില്ലേ നിങ്ങൾക്ക്? ഇവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ മറ്റാരും ഉണ്ടാവില്ല, നിങ്ങൾ മാത്രം. മക്കൾ കണ്ടു വളരുന്ന വികലമായ സ്നേഹത്തിൻ്റെ മാതൃക അവരും ആവർത്തിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആത്മസ്നേഹമില്ലാത്ത അച്ഛനും അമ്മയും മക്കളുടെ ഉള്ളിലെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തുന്നവരാണെന്ന് അറിയുക. ഒരു വീട്ടിലെല്ലാവരും സ്വയം സ്നേഹമുള്ളവരാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് അറിയാമോ? സ്വയം സ്നേഹം ഒരു ജീവിതക്രമമാണ്. സ്വയം ബഹുമാനിച്ചുകൊണ്ട്, സ്വന്തം കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട്, സ്വന്തം കഴിവുകേടുകളെ പഴി പറയാതെ കണ്ട്, സ്വയം സ്നേഹിച്ചുകൊണ്ട് സ്വന്തം പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ഒപ്പം കുടുംബത്തിലെല്ലാവർക്കും സമാധാനം കൊടുക്കുകയും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാജിക് ഫീലിംഗ് ആണ് സ്വയം സ്നേഹം. ഒരിക്കലും മറക്കരുത് സ്വയം സ്നേഹിക്കാൻ. കാരണം നമ്മളെ ഇത്രയേറെ സ്നേഹിക്കുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. സ്വയം സ്നേഹം സ്വാർത്ഥതയല്ല, പകരം ഊർജം പകരുന്ന ഒരു അതിവിശിഷ്ടമായ ഫീലിംഗ് ആണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കുക. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്ന ആശയം ഓരോ കുടുംബങ്ങളിലും എത്തിച്ചേരുമ്പോൾ, അതവിടെ പ്രാവർത്തികമാകുമ്പോൾ സന്തോഷിക്കുന്നത് അച്ഛനമ്മമാർ മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങളും കൂടിയാണ്.
കുട്ടികൾക്ക് നമുക്കൊരു സമ്മാനമൊരുക്കാം. കുടുംബമുള്ള കുടുംബത്തിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കട്ടെ. സ്കൂൾ തുറക്കുമ്പോഴേക്കും കൂടുതൽ ആളുകൾക്ക് സമാധാനത്തോടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ സാഹചര്യം ഉണ്ടാകണം. അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിലെ ശാന്തതയാണ് ആ സാഹചര്യം ഒരുക്കുന്നത്. നന്ദി.